നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീതി കോര, കൺസൾട്ടന്റ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ്. ഒരു ആർത്തവവിരാമം അല്ലെങ്കിൽ മെനോപോസ് ആകുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാം? നമുക്ക് ഫസ്റ്റ് തന്നെ തോന്നുന്നത് നമ്മൾ മെനോപോസ് ആകുമ്പോൾ നമ്മുടെ പീരിയഡ്സ് കറക്റ്റായിട്ട് വരാതെ തെറ്റി വരാൻ തുടങ്ങും. 3-4 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴാണ് പീരീഡ് വരുന്നത്. പക്ഷെ 1 ഇയർ വരാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഫുള്ളായിട്ട് മെനോപോസ് ആയി എന്ന് പറയുന്നത്. അപ്പോൾ മെനോപോസ് ആയതിനു ശേഷം സ്ത്രീകൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ വ്യത്യാസമാണ് വണ്ണം വയ്ക്കുക. ശരീരത്തിൽ ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഫേസിൽ ചുളിവുകൾ, റിങ്കിൾസ് വരും, പിഗ്മെന്റേഷൻ ഉണ്ടാവും, മുഖത്ത് കറുത്ത പാടുകൾ വരാൻ തുടങ്ങും. മൂഡ് സ്വിങ്സ് ആണ് പിന്നെ അവരെ അഫക്റ്റ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം. അതായത് രാത്രിയിൽ ഉറക്കമില്ലായ്മ, അമിതമായ ഹോട്ട് ഫ്ലഷസ്, ആവി പുകച്ചില്, ഓവറോൾ നമുക്ക് ഇടയ്ക്ക് ഫാൻ ഇടാൻ തോന്നും, പിന്നെ ഫാൻ്റെ അടിയിൽ നിന്ന് മാറും. അങ്ങനെ ഒരു ചൂടും തണുപ്പ് മാറി വരും. ആകെ ഒരു ഇറിറ്റബിലിറ്റി, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതെല്ലാം ഈ ഒരു മെനോപോസ് സമയത്തുണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു നോൺ ലീനിയർ ഫാഷനിലാണ് നമ്മുടെ മെനോപോസിലേക്ക് എത്തുന്നത്. അതായത് അവർ സ്റ്റഡി ആയിട്ട് ഹോർമോണായിട്ട് പോയിട്ട് പെട്ടെന്ന് ഹോർമോൺ പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ എന്ന അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഹോർമോൺ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോർമോൺ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും അവരുടെ പല സിംറ്റംസും പല മൂഡ് സ്വിങ്സും കൂടുതലായിട്ട് കാണുന്നത്. അതേസമയം പുരുഷന്മാരിൽ എപ്പോഴും ഒരു ലീനിയർ ഫാഷനിലാണ് അവർക്ക് ഏജിങ് നടക്കുക. അവർക്ക് അങ്ങനെ പെട്ടെന്നുള്ള ചേഞ്ചസ് വരാറില്ല. അതുകൊണ്ട് അവർക്ക് ഇത് 50 വയസ്സായാലും 60 വയസ്സായാലും മൂഡ് സ്വിങ്സ് ഒന്നും വരുന്നത് അത്ര കോമൺ അല്ല. സ്ത്രീകൾക്ക് ഒരു 50-നും 55-നും ഇടയ്ക്കാണ് സാധാരണ രീതിയിൽ മെനോപോസ് ആവുന്നത്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ മെനോപോസിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ പല സ്ത്രീകളിലും ഇത്തരത്തിലുള്ള പല സിംറ്റംസും കാണിച്ചു തുടങ്ങും. അപ്പോൾ ഫസ്റ്റായിട്ട് അവരുടെ ബോഡിയിൽ വെയിറ്റ് ഗെയിന്, പിന്നെ മുഖത്തെ ചുളിവുകൾ, പിന്നെ മൂഡ് സ്വിങ്സ്. ഇത് കൂടാതെ പിന്നെ അവർക്കുണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് യോനി ഭാഗത്തുള്ള വരൾച്ച അല്ലെങ്കിൽ വജൈനൽ ഡ്രൈനസ്. ബന്ധപ്പെടുമ്പോൾ അധികമായിട്ട് വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ ബന്ധപ്പെടുന്നതിനോട് ഒട്ടും താല്പര്യമില്ലായ്മ, സെക്ഷൽ ഡ്രൈവ് കുറയും. യോനി ഭാഗത്ത് ആകെ ഒരു ഇറിറ്റേഷനും പെയിനും വരാറുണ്ട്. മൂത്രം ലീക്ക് വരാറുണ്ട്. ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ ഉള്ള ലീക്ക് കൂടാതെ മൂത്രം തെഴുതരെ പോകണം എന്നുള്ള പ്രശ്നവും ഈ പ്രായത്തിൽ പല സ്ത്രീകൾക്കും കാണാറുണ്ട്. മാനസിക ആരോഗ്യവും നമ്മുടെ ശാരീരിക ആരോഗ്യവും മെനോപോസ് ആവുന്ന പ്രായത്തിൽ ഏറ്റവും നന്നായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം.